ചൂലിനകത്ത് നമ്മൾ സെല്ലോ ടേപ്പ് ഇതേപോലെ ഒന്ന് കുറച്ച് ആ തുമ്പ് ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്ത് അതേപോലെ തന്നെ കുഷ്യൻ സെറ്റ് കട്ടിലിൻ്റെ അടിയിലൊക്കെ നമുക്ക് അതൊക്കെ നീക്കി തൂക്കുന്നതിനൊക്കെ പാടായിരിക്കും അല്ലേ. അപ്പം അതിനകത്തുള്ള ചിലന്തി ആണെങ്കിലും ചിലന്തി വല അതേപോലെ മുടി നൂലൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ കുരുങ്ങി കിടക്കും. അപ്പം നമ്മൾ ചൂല് വെച്ച് തൂത്താൽ പോലും അത് കിട്ടത്തുമില്ല, നമുക്ക് ഫ്രിഡ്ജ് നീക്കി തൂക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരു കഷ്ണം സെല്ലോ ടേപ്പ് നമ്മൾ ഇതേപോലെ ചൂലിനകത്ത് ഒട്ടിച്ചതിന് ശേഷം വേണമെങ്കിൽ ഡബിൾ ലെയർ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ഒടിച്ചു കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മളൊന്ന് തൂത്ത് പൊടിയൊക്കെ പറ്റിയതിന് ശേഷം അത് ഒലിച്ച് കളഞ്ഞിട്ട് രണ്ടാമതൊരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ കട്ടിൻ്റെ അടിയിലൊക്കെ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ഞാനിപ്പോൾ തൂക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് അടിയിലുള്ള നൂല് അതേപോലെ നമുക്ക് ഇതേപോലെ ചിലന്തി വല ഫാനിലൊക്കെ ചിലന്തി വലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അടിക്കുകയാണെങ്കിൽ എല്ലാം അതിനകത്ത് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് ഒളിച്ച് കളഞ്ഞിട്ട് വീണ്ടും പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ആക്കും. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഇതേപോലെ എടുക്കുകയാണെങ്കിൽ കണ്ടോ മുടി നൂല് എല്ലാം അതിനകത്ത് കയറി പറ്റും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് മാറ്റാതെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. ഒന്നും തന്നെ അതിന് അടിയിലൊന്നും കിടക്കത്തില്ല. ഇതേപോലെ ചെയ്താൽ ഫ്രിഡ്ജിൻ്റെ കാൽഭാഗത്തൊക്കെ ചുറ്റിയിരിക്കുന്നതെല്ലാം കണ്ടോ ഇതേപോലെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ ടേപ്പ് വലിച്ചു കളഞ്ഞ ശേഷം അടുത്തത് വീണ്ടും ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ബ്രഷ് നമ്മൾ ഇതേപോലത്തെ ചൂലുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ചൂലുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ തുമ്പ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചിലന്തി അടിക്കുന്നിടത്തും അതേപോലെ സോഫ സെറ്റിൻ്റെ അടി കട്ടിൻ്റെ അടിയിൽ ഒക്കെ ഇത് വെച്ചിട്ട് തൂത്തെടുത്താലും നല്ല രീതിയിൽ തന്നെ മുടി അഴുക്ക് മണ്ണ് എല്ലാം ഇങ്ങനെ വരും. അപ്പോൾ എന്നും നമ്മൾ തുടയ്ക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഒരു ദിവസം 2 ദിവസം തുടയ്ക്കാതെ തന്നെ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫാനിൻ്റെ അതിനകത്തുള്ള പൊടി ലീഫിനകത്തുള്ള പൊടിയൊക്കെ ആണെങ്കിലും ചിലന്തി വലയാണെങ്കിലും എല്ലാ മാറാലകളും നമുക്ക് അതിനകത്ത് ചുറ്റിങ് എടുക്കാൻ പറ്റും. അതേപോലെ തറ അത് വെച്ച് തന്നെ തൂത്താലും മണ്ണും പൊടി എല്ലാം അതിനകത്തോട്ട് പറ്റും. അപ്പോൾ നമ്മൾ തുടച്ചതുപോലെ തന്നെ നമുക്ക് തൂത്തെടുക്കാൻ പറ്റും. കാരണം എന്നും നമുക്ക് തുടയ്ക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ ഇത് വെച്ച് നമ്മളൊന്ന് തൂത്ത് നോക്കുക. തുടച്ചതുപോലെ തന്നെ അതിനകത്തുള്ള പൊടി കട്ടിനടിയിലുള്ള പൊടി എല്ലാം അത് വലിച്ചെടുക്കും. അപ്പോൾ ഇതേപോലെ ലൈറ്റിൻ്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ തൂത്തെടുക്കാൻ പറ്റും. നമ്മുടെ കുഷ്യൻ സെറ്റിൻ്റെ അടിയിലും എല്ലാം നല്ല രീതിയിൽ മുടി അതിനകത്ത് പറ്റിയിട്ടുണ്ട്. മുടി പൊടികളൊക്കെ അതിനകത്ത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടയ്ക്കാൻ വയ്യാത്ത അവസരങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക.